അച്ഛൻ്റെ 8 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കാം, നമ്മുടെ ജീവിതത്തിൽ വചനമായ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ നിരന്തരം ജ്വലിപ്പിക്കുന്നതാക്കി മാറ്റാൻ പറ്റും. 8 സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ബൈബിൾ നമ്മൾ കയ്യിലെടുക്കുന്നു. വചനം വായിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നതിനും ഏറ്റവും ആദ്യം കോൾ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ വിളിക്കുക. കാരണം വചനമായ തമ്പുരാനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കണം. കാരണം ആത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്നത്. ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളെ, ഇന്നർ മീനിങ്ങുകളെ, ഉൾക്കാഴ്ചകളെ നമ്മുടെ ഉള്ളിലേക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. സോ എപ്പോഴൊക്കെ നിങ്ങൾ ബൈബിൾ കയ്യിലെടുക്കുന്നു, വചനം വായിക്കുന്നു, അപ്പോൾ ഏറ്റവും ആദ്യം കോൾ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ വിളിക്കുക. കോൾ, ആദ്യത്തെ വാക്ക് കോൾ എന്ന വാക്കാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് വചനം ശ്രദ്ധയോടുകൂടി വായിക്കുക. റീഡ് ദ ഗോസ്പൽ, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനം ശ്രദ്ധയോടുകൂടി വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. വെറുതെ ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ നമ്മൾ വായിച്ചു വിടാതെ മനസ്സിരുത്തി നമ്മൾ വചനം വായിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ വായിച്ച വചനത്തിൽ നമ്മുടെ ഉള്ളിൽ പതിയുന്ന ഏതെങ്കിലും ഒരു വചനം, ഉള്ളിൽ പതിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വചനം നിങ്ങൾ കുറിച്ച് വയ്ക്കുക. മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ ആകർഷിച്ചതായിട്ടുള്ള, നിങ്ങൾ സ്പർശിച്ചതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഏതെങ്കിലും വചനത്തോട് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തു, യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങളത് കുറിച്ച് വയ്ക്കുക, എഴുതി വയ്ക്കുക. റൈറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ്, ഈ വായിച്ച എഴുതിയ ആ വചനം, നമ്മൾ ആ ഒരു വചനം എഴുതി ആ വചനം റിസൈറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യും, ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ആ പ്രവൃത്തികൾക്കിടയിലെല്ലാം ഈ വചനം നിങ്ങളൊന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക. യു ക്യാൻ സീ ദ വണ്ടർ, യു ക്യാൻ സീ ദ ഗോഡ് എക്സ്പീരിയൻസ്. ദൈവാനുഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വചനം ഉരുവിടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ദൈവീകമായൊരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. സോ ഫോർത്ത് വൺ, റിസൈറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഫിഫ്ത്ത് വൺ, മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. റിസൈറ്റ് ചെയ്ത വേർഡ് ഓഫ് ഗോഡ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, നിങ്ങൾ ധ്യാനിക്കണം. ആ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇൻസൈറ്റുകൾ കിട്ടുക. ആ ഇൻസൈറ്റുകളാണ് നമ്മുടെ ജീവിതത്തെ വലിയ നന്മയിലേക്ക് നയിക്കുന്നത്. ആറാമത്, ലേൺ ദ വേർഡ് ഓഫ് ഗോഡ്. വചനം പഠിക്കുക. അപ്പോൾ നമ്മൾ ഉരുവിടുന്നു, ധ്യാനിക്കുന്നു, വചനം പഠിക്കുന്നു. ഓരോ ദിവസവും നമുക്കിതുപോലെ വചനം നമ്മൾ ഉരുവിട്ട് ധ്യാനിച്ച് പഠിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രവർത്തികളെയും വ്യക്തമായി വേർതിരിച്ചറിയാൻ നമുക്ക് വചനം നമ്മളെ സഹായിക്കുന്നു. വളരെ മനോഹരമായി അച്ഛനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. വചനം നമ്മൾ റിസൈറ്റ് ചെയ്ത് ഉരുവിട്ട് ധ്യാനിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകുന്ന ഉൾക്കാഴ്ചകൾ ഒരു വചനത്തിൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ അച്ഛന് പങ്കുവയ്ക്കാം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ആത്മാവിലും ചേതനയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്യം. ആ വാക്യം നമ്മൾ ധ്യാനിച്ച്, നമ്മൾ ഉരുവിട്ട് ബൈ ഹാർട്ട് നമ്മൾ മനഃപ്പാഠമാക്കി പഠിച്ച് നമ്മൾ അതിനെ ആ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടുന്ന ഉൾക്കാഴ്ച, ആ ഉൾക്കാഴ്ചയുടെ ഒരു ഇൻസൈറ്റ് അച്ഛൻ പങ്കുവയ്ക്കാം. വചനത്തിൻ്റെ ആ 3 ക്വാളിറ്റീസ്, സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയാണ്. ഈ വചനത്തിൻ്റെ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ 4 യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറക്കുകയാണ്. ചേതനയിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, മജ്ജയിലേക്ക്, ആത്മാവിലേക്ക് 4 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അതിൻ്റെ അനന്തരഫലം, 2 ഫലങ്ങളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയാൻ സാധിക്കുന്നു. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയാൻ. അപ്പോൾ വചനത്തിൻ്റെ 3 ഗുണങ്ങൾ ജീവിതത്തിൻ്റെ 4 യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതാ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരമെന്ത്, നിയോഗമെന്ത് എന്ന് വേർതിരിച്ചറിയാൻ. എന്താണ് വിചാരം? വിചാരം എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് വിചാരം. നിയോഗം എന്നതിൻ്റെ വ്യക്തമായ ഡെഫിനിഷൻ, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ചിന്തയാണ് നിയോഗം. അപ്പോൾ വചനം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവം എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്,
ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നെക്കുറിച്ച് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ, അതാണ് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വേർതിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ള ആ വചനത്തിൽ നമ്മൾ കിട്ടുന്ന ഉൾക്കാഴ്ചതാണ്. വിചാരം എന്നെക്കുറിച്ച് തന്നെ, ഞാൻ എന്നെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി ചെന്നാൽ എന്താണ് സംഭവിക്കുക? എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ ഞാൻ പോകുമ്പോൾ എൻ്റെ ജീവിതം കഷ്ടത്തിൽ ചെന്ന് ചാടും, സംശയമൊന്നും വേണ്ട. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നതെങ്കിൽ, ഒരു പക്ഷേ സഹനത്തിൻ്റെ വഴികളാണെങ്കിലും അസ്വസ്ഥതയുടെ വഴികളാണെങ്കിലും ബുദ്ധിമുട്ടുകളുടെ വഴികളാണെങ്കിൽ പോലും എൻ്റെ ജീവിതം തമ്പുരാൻ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തും. ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ പോകുമ്പോൾ കഷ്ടതയിൽ ചെന്ന് ചാടുന്നു, ദൈവേഷ്ടം നിറവേറ്റുന്നവരായിട്ട് മാറുമ്പോൾ ശ്രേഷ്ഠരായി മാറുകയാണ്. അപ്പോൾ ഈ വചനം എൻ്റെ ജീവിതത്തിൽ കൃത്യമായി ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ സഹായിക്കുകയാണ്. ഞാനത് റിസൈറ്റ് ഉരുവിട്ട് ധ്യാനിച്ച് ഞാൻ ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഉൾക്കാഴ്ചയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പ്രിയ നിറഞ്ഞവരെ, അങ്ങനെ ലഭിക്കുന്ന ഉൾക്കാഴ്ച അനുസരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ്, 7ാമത്തെ സ്റ്റെപ്പ്, ലിവ്, ജീവിക്കാൻ നമ്മൾ തുടങ്ങാണ്. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഒരു വണ്ടറായി മാറുകയാണ്, ഒരു അത്ഭുതമായി മാറുകയാണ്. ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും ആനന്ദവും ഒക്കെ എൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാറുകയാണ്. സോ ഇറ്റ് വിൽ ബിക്കം 8ാമത്തെ സ്റ്റെപ്പായിട്ട് മാറുന്നു, വിറ്റ്നസ്, സാക്ഷിയായി ഞാൻ മാറുകയാണ്. ഓരോ വിശ്വാസിയുടെയും ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഒന്നാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക, ദൈവത്തിൻ്റെ സാക്ഷിയായി ഭൂമിയിൽ ജീവിക്കുക.